എന്തായാലും ഇപ്പോൾ ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് മാധ്യമങ്ങൾ ഈ വിഷയത്തെ കുത്തിത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ശ്രീലേഖ തന്നെയാണ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ താൻ ഒരു കൗൺസിലർ മാത്രമാകില്ല, മേയർ കൂടിയാകും, ആ നിലയിലാണ് മത്സരിക്കേണ്ടത് എന്ന് പാർട്ടിയാണ് പറഞ്ഞത് എന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ പിന്നെ എന്താണ് ഇതിൽ മാധ്യമങ്ങളുടെ കുത്തിത്തിരിപ്പ് എന്നത് മനസ്സിലാകുന്നില്ല. മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോട് പാർട്ടി ഔദ്യോഗികമായി പറയുന്നു മത്സരിക്കണമെന്ന്, അത് മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ മേയറായി തന്നെയാണ് എന്ന് പറയുകയും പിന്നീട് വിജയിക്കുകയും ചെയ്യുമ്പോൾ ആ മേയർ സ്ഥാനത്തേക്ക് അവരെ അല്ല തെരഞ്ഞെടുത്തത്, അതിലൊരു രാഷ്ട്രീയ ചതിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ പറ്റിക്കലോ ഒക്കെ അല്ലേ എന്ന സാമാന്യമായ ചോദ്യം ആണ് ഉയരുന്നത്. അതിനെയാണ് ശ്രീലേഖ ഈ തരത്തിൽ ഇപ്പോൾ മാറ്റി പ്രതികരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഡാൻ തന്നെയാണ് ചേരുന്നത്. ഡാൻ, ശ്രീലേഖ തന്നെയാണ് പറഞ്ഞത്, അതായത് തന്നെ മത്സരിപ്പിച്ചത് മേയർ എന്ന നിലയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ്. സംസ്ഥാന നേതൃത്വം അത്തരത്തിൽ ഉറപ്പ് നൽകിയിരുന്നുവെന്ന് അത് തന്നെയാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടി സംഘടനാ തലത്തിൽ ഒട്ടും മത്സരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ മത്സരിപ്പിക്കുമ്പോൾ നൽകിയ ഉറപ്പുകൾ ലംഘിക്കുന്നു. അതിനെ ഏത് തരത്തിലാണ് ഇപ്പോൾ ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്? ഈ ഓൺലൈൻ മാധ്യമത്തിന് അവർ നൽകിയ പ്രതികരണം തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അല്പസമയം മുമ്പ് ശ്രീലേഖ ആവർത്തിച്ചിരിക്കുന്നത്. അതായത് താൻ ഒരു കൗൺസിലറായി മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്ന് അവർ ആവർത്തിച്ച് തന്നെ വ്യക്തമാക്കുകയാണ്. അതേസമയം പാർട്ടി അവരെ മത്സരിക്കണമെന്ന കാര്യം മുമ്പോട്ട് വെച്ചതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമായി പറഞ്ഞത് കൗൺസിലറായി മത്സരിച്ച് ജയിച്ചാൽ BJPക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ലഭിച്ചാൽ മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്ന് കൃത്യമായി തന്നെ ശ്രീലേഖ ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ തനിക്ക് പരിഭവമൊന്നുമില്ല എന്നും പറയുന്നു. അതായത് വരികൾക്കിടയിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് മേയറായി പരിഗണിക്കാതിരുന്നതിൽ ഉള്ള അതൃപ്തി ഒരു വശത്ത് പരോക്ഷമായി പറഞ്ഞു വെക്കുകയും എന്നാൽ താൻ ഇപ്പോഴുള്ള പദവിയിൽ തൃപ്തയാണ് എന്നുകൂടി ശ്രീലേഖ പറഞ്ഞു വെക്കുകയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല, അത് മാധ്യമ വാർത്തകളിലെ ചർച്ചകൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ദുരുദ്ദേശത്തോടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മാധ്യമങ്ങളാണ് എന്ന വിമർശനമാണ് ശ്രീലേഖ ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം മേയറാക്കും എന്ന ഉറപ്പ് BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ മത്സരിക്കാൻ തയ്യാറായത് എന്ന് കൃത്യമായി തന്നെ ശ്രീലേഖ ആവർത്തിക്കുന്നുമുണ്ട്. അതേസമയം നിലവിൽ പാർട്ടി എടുത്ത തീരുമാനത്തിൽ താൻ അതൃപ്തി ഉള്ള വ്യക്തിയല്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. കേവലം 1.5 വർഷം മാത്രമേ ആയിട്ടുള്ളൂ താൻ പാർട്ടിയിൽ ഭാഗമാകാൻ സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. അതിനേക്കാൾ ഒരുപാട് സീനിയറായ ഒരുപാട് നേതാക്കൾ പ്രവർത്തകരൊക്കെ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാൾക്ക് പരിഗണന നൽകണമെന്ന തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുകയും തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ ഇരിക്കുകയും ചെയ്തത് അവസാന നിമിഷം എന്നാണ് ശ്രീലേഖ വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്ത് അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു മറ്റ് നടപടികളായി അല്ലെങ്കിൽ അവരുടെ ഒരു വിയോജിപ്പായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുകൂടിയാണ് ശ്രീലേഖ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. കൗൺസിലർ എന്ന നിലയിൽ ഈ ശാസ്ത്രമംഗലം വാർഡിൽ 5 വർഷം പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി താഴെത്തട്ടിൽ ഏത് വിധത്തിലാകണം പ്രവർത്തിക്കേണ്ടത് എന്ന് പ്രവർത്തിച്ച് കാണിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് കൂടിയാണ് ശ്രീലേഖ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി മറുപടി പറയേണ്ടത് BJP നേതൃത്വമാണ്. കാരണം ശ്രീലേഖ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്ന സ്ഥലത്ത് മത്സരിക്കാൻ സന്നദ്ധയായി കൗൺസിലറായി ജയിച്ചു വന്ന അവസാന നിമിഷം വരെ മേയർ സ്ഥാനാർത്ഥിയാകും എന്ന പ്രതീതി നിലനിന്ന ശേഷം അപ്രതീക്ഷിതമായി ഏറ്റവും ഒടുവിൽ പേര് മാറിപ്പോകുന്ന സാഹചര്യം, അങ്ങനെ മാറിപ്പോയി എന്നുവരെയുള്ള കാര്യങ്ങൾ ശ്രീലേഖ ആവർത്തിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് മാറിപ്പോയി എന്ന ചോദ്യത്തിന് BJP നേതൃത്വമാണ് മറുപടി പറയേണ്ടത്. അത് കൂടിയാലോചനകൾക്ക് ശേഷം എടുത്ത ഒരു തീരുമാനമെന്ന വ്യാഖ്യാനത്തിലേക്കാണ്. ഡാൻ ഈ ചോദ്യങ്ങൾ ശ്രീലേഖയോട് ചോദിക്കുമ്പോൾ അവർ മാന്യമായ ചോദ്യമല്ല, നേരത്തെ ഓൺലൈൻ സ്ഥാപനത്തിൽ നിന്ന് വന്ന ആൾ മാന്യമായാണ് ചോദിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങേയറ്റം കൗതുകകരമല്ലേ ഡാൻ? അതായത് ഇത് ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനാണ്. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റക്കെട്ടായി പോരാടി വിജയമുറപ്പിക്കുക, അതിന് മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക, മാസങ്ങൾക്ക് മുമ്പ് തന്നെ തിരുവനന്തപുരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള അജണ്ട സെറ്റ് ചെയ്യുക, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് നേരിട്ടത്. അവിടെ ഡാൻ VV രാജേഷിനെ പോലെ എത്രയോ മുതിർന്ന നേതാക്കളെ അവർ മത്സരിപ്പിച്ചിരുന്നു. അവരൊക്കെ വിജയപ്രതീക്ഷയുള്ളവർ തന്നെയായിരുന്നു. VV രാജേഷിനെ പോലെയുള്ള ഒരാൾക്ക് അനുഭവ സമ്പത്തുണ്ടായിരുന്നു. കാരണം അദ്ദേഹം നേരത്തെയും കൗൺസിലറായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ തന്നെ
ശ്രീലേഖ പറയുന്നത് 1.5 വർഷത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ എന്നാണ്. വി രാജേഷ് ഒരു SFI-കാരനായിരുന്നു, അതിനുശേഷം സംഘടനാ തലത്തിൽ BJP-യിലേക്ക് വന്നു. അങ്ങനെയുള്ള എത്രയോ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ കൃത്യമായി പ്ലാൻ ചെയ്ത് മത്സരിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണിത്. അല്ലാതെ ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ തട്ടിക്കൂട്ടി നേരിട്ട ഒരു തെരഞ്ഞെടുപ്പില്ല. അവിടെ എന്തിനാണ് ശ്രീലേഖയെ പോലെ ഒരാളെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുക? അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമല്ലേ? ശ്രീലേഖ മാത്രമായിരുന്നു അവർക്കൊരു മേയർ സ്ഥാനാർത്ഥിയായുള്ള കാൻഡിഡേറ്റ്. ഇതിലിപ്പോൾ ശ്രീലേഖ കള്ളം പറയുന്നു എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും ഒന്നും സാധിക്കുന്ന സാഹചര്യം കൂടിയല്ലല്ലോ ഡാൻ. തീർച്ചയായിട്ടും വ്യക്തിപരമായി ശ്രീലേഖയ്ക്കുള്ള വിയോജിപ്പ് ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്നതാണ്. അവർ കൃത്യമായി തന്നെ അത് അറിയിച്ചതുമാണ്. അതായത് ഒരുപക്ഷെ ഈ പ്രഖ്യാപനം ഔദ്യോഗികമായി വരുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം രാത്രി വരെ ഉയർന്നു കേട്ട ഒരേ ഒരു പേര് ശ്രീലേഖയുടേത് മാത്രമായിരുന്നു. ചർച്ചകളിൽ വി രാജേഷിന്റെ അടക്കം പേരുകൾ ഉണ്ടായിരുന്നെങ്കിലും ഉയർന്നു കേട്ട പ്രധാനപ്പെട്ട പേര് ശ്രീലേഖയുടേതായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിയുന്നതാണ് കണ്ടത്. അവിടെ BJP ദേശീയ നേതൃത്വത്തിന്റെ അടക്കം തീരുമാനം നിർണായകമായി മാറുകയായിരുന്നു. അത് ശ്രീലേഖ തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടുന്ന കാര്യം തനിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്ന് ശ്രീലേഖ ആവർത്തിക്കുന്നു. അതേസമയം താൻ ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടിയിൽ ഒരു അതൃപ്തിയും അറിയിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവന ബോധപൂർവമായോ അല്ലാതെയോ എന്തുകൊണ്ട് ഇപ്പോൾ വന്നു, ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം വന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ ഈ വിവരങ്ങൾ പുറത്ത് വരുന്ന സമയം മുതൽ തന്നെ ശ്രീലേഖയോട് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത്, അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചിരുന്നു എന്നൊക്കെ. പക്ഷേ അതിലൊന്നും കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നില്ല. പക്ഷേ ഇന്ന് നിലപാട് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ഉറപ്പ് ലഭിച്ചതുകൊണ്ട് മാത്രമാണ് മത്സരിക്കാൻ സന്നദ്ധയാകാതിരുന്ന താൻ മത്സരരംഗത്തേക്ക് കടന്നു വരാൻ തയ്യാറായത്, നിർബന്ധിതയായത്. അങ്ങനെ മത്സരിക്കുകയായിരുന്നു. പക്ഷേ അവസാന നിമിഷം താൻ 1.5 വർഷം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന കാര്യം പറഞ്ഞാണ് തന്നെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതെ മാറ്റിയത്. അതിൽ പക്ഷേ തനിക്ക് വിയോജിപ്പൊന്നുമില്ല, താൻ അങ്ങനെ ആഗ്രഹിച്ചാൽ താനാണ് ചെയ്യുന്ന തെറ്റ് എന്ന തരത്തിലാണ് അദ്ദേഹം ശ്രീലേഖ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇനി വ്യക്തമാകാനുള്ളത്, അങ്ങനെ ഒരു തീരുമാനം നേതൃത്വം നൽകിയിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അപ്രതീക്ഷിതമായി ആ തീരുമാനത്തിൽ ഒരു മാറ്റം വന്നു? അതിൽ കൃത്യമായ ഒരു ഉത്തരം ഇനി പറയേണ്ടത് ശ്രീലേഖയല്ല, പകരം BJP-യുടെ സംസ്ഥാന നേതൃത്വമാണ്. സംസ്ഥാന നേതൃത്വം ആ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് വൈകാതെ വ്യക്തമാക്കുമെന്ന് തന്നെ കരുതാം. കാരണം പ്രധാനമന്ത്രി വരാനിരിക്കുകയാണ്. പ്രധാനമന്ത്രി വന്ന് ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി ഈ ഒരു പ്രതികരണം ഇപ്പോൾ പാർട്ടി വേദികളിലടക്കം ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. മേയർ എന്ന നിലയിൽ തന്നെയാണ് തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത് പാർട്ടി എന്ന് ശ്രീലേഖ പറയുമ്പോൾ അതിൽ ഇനി വ്യക്തത വരുത്തേണ്ടത് പാർട്ടി തന്നെയാണ്. അങ്ങനെ ഒരു ആവശ്യം ശ്രീലേഖയോട് ഉന്നയിച്ചിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് മേയർ സ്ഥാനത്തേക്ക് വി രാജേഷ് എന്ന പേരിലേക്ക് എത്തിയത്? ഒരു തർക്കങ്ങളുമില്ലാതെയാണ് വി രാജേഷിനെ തെരഞ്ഞെടുത്തത്. മറ്റു തരത്തിലുള്ള ചർച്ചകളോ സജീവമായ വിമർശനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന പ്രതികരണം.